ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്ലം കേക്ക് ആണ് കേട്ടോ. ക്രിസ്മസിനൊക്കെ വേണ്ടിയിട്ട് എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്തു വെക്കാൻ പറ്റുന്ന ഒരു ഈസി ടേസ്റ്റി റെസിപ്പി കൂടിയാണ്. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് വലുതാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വലിയ പ്രതീക്ഷയോടെ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയല്ല എപ്പോഴും പ്ലം കേക്ക്. അപ്പോൾ അത് ആർക്കും ഫ്ലോപ്പായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം ഒരു ചൂട് കട്ടിയുള്ളൊരു പാനിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/3 കപ്പ് ഓറഞ്ച് ജ്യൂസ്, ഫ്രഷ് ജ്യൂസാണ് കേട്ടോ, വെള്ളമൊന്നും ചേർക്കാതെ ഫ്രഷ് ആയിട്ട് എടുത്തിട്ടുള്ള ജ്യൂസാണ്. 1/3 കപ്പ് എന്ന് വെച്ചാൽ 1/4 കപ്പും പിന്നെ 2 ടേബിൾ സ്പൂണും കൂടി ഉണ്ടാവുക. അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ മിക്സഡ് ഫ്രൂട്ട് ജാം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുണ്ടെങ്കിൽ കേക്കിന് കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ടൊന്നുമില്ല. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ജാമും ജ്യൂസും പഞ്ചസാരയൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇത് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് മിക്സ് ആക്കി സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരുപാട് സോക്ക് ചെയ്ത് വെക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ഇതിൽ മിക്സ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇനി ഗ്യാസ് കത്തിച്ചിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഒരു പഞ്ചസാരയൊക്കെ ഒന്ന് അത്യാവശ്യം നല്ലോണം മെൽട്ടായിട്ട് ഇത്തിരി ഒരു കട്ടിപ്പ് വരണം. ഇത് ശരിക്കും നമ്മൾ പഞ്ചസാര സിറപ്പൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒരു ചെറിയ കയ്യിലെടുക്കുമ്പോൾ ചെറുതായിട്ട് നൊട്ടിക്കോട്ടെ കേട്ടോ. അത്യാവശ്യം ഒരു നൂൽ പരുവത്തിൻ്റെ തൊട്ട് മുൻപുള്ള ഒരു സ്റ്റേജ്, 1 നൂലും 2 നൂലും ആ പരുവത്തിലേക്ക് എത്തണ്ട. കൂടുതൽ കട്ടിയായി കഴിഞ്ഞാലും പ്രശ്നമാണ്. ഇനി തീ നന്നായിട്ടൊന്ന് കുറച്ച് വെക്കുക. എന്നിട്ട് ഇതിലേക്ക് ആദ്യം ഒരു 1/4 കപ്പ് ഈന്തപ്പഴമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നല്ല ചെറുതായി മുറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ആക്കി എടുക്കാം. അടുത്തതൊരു 1/4 കപ്പ് അളവിൽ തന്നെ ഉണക്കമുന്തിരി, കറുത്ത ഉണക്കമുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. അതോടെ ഇട്ടിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ഈ സമയത്തൊന്ന് ഗ്യാസ് ഒരിക്കലും കൂട്ടി വെക്കരുത് കേട്ടോ. കാരണം ഷുഗർ സിറപ്പ് പെട്ടെന്ന് വറ്റിയിട്ട് ഭയങ്കര കട്ടിപ്പായി പോയി നമ്മൾ ആകെ കുടുങ്ങി പോകും. പിന്നെ ഇനി 1/4 കപ്പ് ചെറുതായി മുറിച്ചെടുത്തതും അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് ടൂട്ടി ഫ്രൂട്ടിയും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഈ 4 ഐറ്റം കൂടെ 1 കപ്പ്, ടോട്ടൽ 1 കപ്പാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റം ഏതാണെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മാറ്റം വരുത്താം. ഈ സമയത്ത് വളരെ ചെറുതായി മുറിച്ചെടുത്തിട്ടുള്ള 1 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി കൂടെ ഇതിലേക്കാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓറഞ്ച് നന്നായിട്ട് കഴുകി തുടച്ചെടുത്ത് വെള്ളഭാഗം പെടാതെ തൊലി കുറച്ച് ചെത്തിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ വളരെ ചെറുതായിട്ട് മുറിച്ചിട്ടിട്ട് ഇതിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കട്ടിയിൽ തന്നെ ഇരുന്നോട്ടെ, കാരണം കുറച്ച് കഴിയുമ്പോഴേക്കും ഇത്തിരി കൂടെ കട്ടി വെക്കും. ഈ സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഗരം മസാല പൊടിച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഇതുപോലെ തരികൾ കൂടുതൽ വേണ്ട. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ നമ്മുടെ ഡ്രൈ ജിഞ്ചർ പൗഡറാണ്, നമ്മുടെ ചുക്കുപൊടിയാണ് കുറച്ച് എടുത്തിട്ടുള്ളത്, ഒരുപാട് വേണ്ട. പിന്നെ ഒരു 1/3 കപ്പ് കാഷ്യൂ ആണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതിൻ്റെ കൂടെ ഞാൻ 3-4 ബദാമും കൂടി എടുത്തിട്ടുണ്ട്. ബദാം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഒരു 1/2 കപ്പ് നിറച്ച് വേണ്ടി വരില്ല, 1/3 കപ്പ് മതിയാകും. അപ്പോൾ ഇതെടുക്കുന്ന സമയത്ത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് ആദ്യം തന്നെ ഒന്ന് വറുത്ത് വെക്കണം കേട്ടോ. അങ്ങനെ വറുത്തെടുത്തിട്ടുള്ള കാഷ്യൂ ആണ് കേട്ടത്. എണ്ണയൊന്നും ഒഴിക്കേണ്ട, ജസ്റ്റ് വെറുതെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കാം. പിന്നെ ഈ സമയത്ത് തന്നെ 1 ടീസ്പൂൺ തേനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ട് 2 സെക്കൻഡ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഈ സമയത്ത് ഇത്രയ്ക്ക് കട്ടി ഉണ്ടാവാൻ പാടുള്ളൂ. ഇതിലും കൂടുതൽ നമ്മൾ വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിന് തണുത്ത് കഴിയുമ്പോൾ കുറച്ചൊരു കട്ടി കൂടിപ്പോവും. കൂടുതൽ കട്ടിയായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാറ്ററിലിട്ട് മിക്സ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് പഞ്ചസാര ഈ ഒരു ലെവലിൽ മതിയാകും. ഇനി ഇത് ശരിക്കും ചൂടാറിയതിന് ശേഷം നല്ല എയർടൈറ്റായിട്ടുള്ള ഒരു കുപ്പിയിലേക്ക് എടുത്ത് വെക്കാം. ചൂടോട് കൂടെ ഒരിക്കലും എടുത്ത് വെക്കരുത്. എന്നിട്ട് ഒരു 3-4 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് എടുത്തിട്ട് കേക്ക് ഉണ്ടാക്കുകയാണെങ്കിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഒരാഴ്ച വരെ വേണമെങ്കിലും വെക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഫ്രിഡ്ജിൽ വെക്കണം നിർബന്ധമില്ല, പുറത്ത് വെച്ചാലും മതി, ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല. ഇനി അതല്ല അർജൻറ്റൊക്കെ ആയിട്ടൊരു പ്ലം കേക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രാവിലെ ഒരു 2-3 മണിക്കൂർ മുമ്പ് ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാം. വലിയ പ്രശ്നമല്ല, പക്ഷേ ടേസ്റ്റിൽ ചെറിയ വ്യത്യാസം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ വരും. എന്തായാലും 2 ദിവസമെങ്കിലും എടുത്ത് വെച്ചിട്ട് ഉണ്ടാക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇതാണ്. ഇതങ്ങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കാം. അടുത്തതിന് നമ്മുടെ കേക്കിന് വേണ്ടിയിട്ടുള്ള ക്യാരമൽ ഒന്ന് റെഡിയാക്കാനായിട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. വെള്ളം വേണം നിർബന്ധമില്ല, പഞ്ചസാര ഒന്ന് കരിയിച്ച് ക്യാരമലാക്കി എടുക്കുകയാണ്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മതി കേട്ടോ, ഹൈ ഫ്ലെയിമിൽ വേണ്ട. അത്യാവശ്യം കുറച്ച് സമയം ഇങ്ങനെ കഴിയുമ്പോഴേക്കും ചെറുതായിട്ട് പഞ്ചസാരക്ക് നല്ലോണം മെൽട്ടായിട്ട് കളർ മാറി വരാനായിട്ട് തുടങ്ങും. ആ സമയത്ത് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, ആദ്യമേ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ക്യാരമൽ ഉണ്ടാക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, കരിഞ്ഞ് കൂടി പോയാൽ ഫുൾ കയ്പ്പ് ടേസ്റ്റ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റ് ഒന്ന് നോക്കി നിൽക്കണേ.
ഇതുപോലെ പഞ്ചസാര ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ തിളച്ചിങ്ങനെ ബബിളായിട്ട് ഉണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞാൽ ക്യാരമൽ ആവില്ല എന്ന് പേടിക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, സൈഡിലൊക്കെ ചെറിയൊരു ബ്രൗൺ കളർ ഇങ്ങനെ വരാൻ വേണ്ടി തുടങ്ങുന്നുണ്ട് കേട്ടോ. ഈ സമയം മുതൽ നമ്മൾ അടുത്ത് തന്നെ നിൽക്കുക, എന്നിട്ട് ഗ്യാസ് ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കളർ മാറി വന്നോളും. അത്യാവശ്യമൊക്കെ ഒന്ന് നല്ലൊരു കളറായി വരാനായി തുടങ്ങുമ്പോൾ നമ്മൾ ഇതിലേക്കൊരു 1/3 കപ്പ് നല്ല ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 കപ്പ് പഞ്ചസാരയിൽ എടുത്തപ്പോൾ 1/3 കപ്പ് വെള്ളം മതി. വെള്ളം ഒഴിക്കുന്ന സമയത്ത് കുറച്ച് ദൂരേക്ക് മാറി നിന്നിട്ട് ഒഴിക്കേണ്ട കാര്യം കൂടെ മറക്കരുത്, ചിലപ്പം തെറിക്കാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് ഇതൊന്നുകൂടെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ചെറിയ തീയിൽ ഒരു 1 മിനിറ്റിൻ്റെ അടുത്തൊന്ന് തിളച്ചോട്ടെ. അപ്പോൾ ഒരു ഇത്തിരി കൂടെ കട്ടി വെച്ചോളും. ഇതിലും കൂടുതൽ കറുപ്പ് കളറാവണ്ട കേട്ടോ. കറുപ്പ് കളറായി കഴിഞ്ഞാൽ കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ ഇപ്പോൾ പാകത്തിന് തിളയൊക്കെ വന്നിട്ട് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇത് ചെയ്ത് വെക്കണം കേട്ടോ കേക്ക് ഉണ്ടാക്കുന്ന ദിവസം. എന്നാലേ നല്ല ചൂടാറിയതിന് ശേഷം മാത്രമേ കേക്കിലേക്ക് എടുക്കാൻ പാടുള്ളൂ, ചൂടോടുകൂടെ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ആദ്യം ആക്കിയിട്ടങ്ങ് സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതിന് മൈദയൊക്കെ ഒന്ന് അരിച്ച് വെക്കാം. അതിനായിട്ട് 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിലാണ്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് പിന്നെ ബേക്കിംഗ് സോഡേൻ്റെ ആവശ്യമില്ല. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണിനും താഴെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1 ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിറച്ചെടുത്തിട്ടില്ല. ഈ ഗരം മസാല എന്തൊക്കെയാണെന്നുള്ള ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, അത് തന്നെയാണ് സെയിം. അത് രണ്ടിനും കൂടെ ഒന്നിച്ച് പൊടിച്ചാൽ മതി. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. ഏലക്കയും പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ച് വെച്ചതായിരുന്നു. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഒരു 1-2 തവണ അരിച്ചെടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. എന്നിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കാനായിട്ടൊരു 100 ഗ്രാം മാർഗറൈനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നമ്മൾ സാധാരണ നോർമൽ ഉപ്പില്ലാത്ത ബട്ടർ 100 ഗ്രാം ആയാലും മതി കേട്ടോ. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ബേക്കറി സ്റ്റൈലിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് ഈ ഒരു മാർഗറൈൻ എടുത്തു എന്നേ ഉള്ളൂ. ഇതുപോലെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. നമ്മൾ നോർമൽ ബട്ടറിനേക്കാളൊക്കെ വില കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഏതെടുത്താലും കറക്റ്റ് ടേസ്റ്റ് തന്നെ കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ബട്ടർ എടുക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ റൂം ടെമ്പറേച്ചറിൽ എടുക്കണം, തണുത്തത് എടുക്കരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആദ്യം ഇതുപോലെ ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. പൊടീൻ്റെ അളവാണ് കേട്ടോ 1/2 കപ്പ് എന്ന് പറയുന്നത്. അപ്പം ഒരു 1/2 കപ്പിൻ്റെ കുറച്ച് താഴെ എടുത്തിട്ട് പൊടിച്ച് കഴിഞ്ഞാൽ 1/2 കപ്പ് പൊടി ഉണ്ടാകും. ഇനി ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ശരിക്കും ബട്ടറും ഈ ഒരു പഞ്ചസാരയും കൂടെ മിക്സ് ആയിട്ട് ശരിക്കും നല്ലൊരു ക്രീമി ടെക്സ്ചർ തന്നെ കിട്ടണം കേട്ടോ. നമ്മൾ എളുപ്പത്തിന് പെട്ടെന്നൊരു 1 മിനിറ്റ് കൊണ്ട് മിക്സ് ആക്കിയിട്ട് അടുത്ത പണി ചെയ്താൽ ചിലപ്പോൾ ഫ്ലോപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഏകദേശം ഒരു 3 to 4 മിനിറ്റിൻ്റെ ഉള്ളിൽ നന്നായിട്ടൊന്ന് ബീറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് നല്ല ഒരു ക്രീമി ടെക്സ്ചർ കിട്ടിയിട്ടുള്ളത്. അല്ലെങ്കിൽ ചിലപ്പോൾ മുട്ട ചേർക്കുന്ന സമയത്ത് ഇങ്ങനെ കഷ്ണമായിട്ട് പിരിഞ്ഞ പോലെയൊക്കെ ഒരു പ്രശ്നം വരും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യാം. ശരിക്കും ഇതുപോലെ ഈ ഒരു ക്രീമി ടെക്സ്ചർ വന്നതിന് ശേഷം മാത്രം ഇനി ഇതിലേക്ക് 2 റൂം ടെമ്പറേച്ചറിൽ തണുപ്പൊന്നുമില്ലാത്ത കോഴിമുട്ടയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് ഒഴിച്ചാൽ മതി കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി. ഇനിയിപ്പോൾ വളരെ ചെറിയ മുട്ടയാണെങ്കിൽ ഒരു 3 എണ്ണം എടുക്കുക. ഒരു അത്യാവശ്യം മീഡിയം ടു ലാർജ് ആണെങ്കിൽ 2 എണ്ണം തന്നെ മതിയാവുക. പിന്നെ എപ്പോഴും നമ്മൾ ബട്ടറും മുട്ടയും തമ്മിൽ ഇങ്ങനെ മിക്സ് ആക്കുന്ന സമയത്ത് ഒരു പിരിഞ്ഞ ടെക്സ്ചർ വരലുണ്ട്. ഒരു മാക്സിമം വരാത്ത രീതിയിൽ നോക്കുക. ഇനി ഇത്തിരി പിരിഞ്ഞിരിക്കുകയാണെങ്കിലും കുഴപ്പമില്ലാതെ നമ്മൾ അത്യാവശ്യം ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ മൈദ കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ അത് സെറ്റ് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ഇരിക്കേണ്ട. ഇതിലേക്കൊരു 1 ടീസ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും ഒരു ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണിത്. നെയ്യ് ഉരുക്കിയത്, ചൂടില്ലാത്ത തന്നെ 1 ടീസ്പൂൺ മതിയാകും. പിന്നെ ഒരു 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. ഇനി പ്ലമ്മിൻ്റെ എസൻസ് വാങ്ങിക്കാൻ കിട്ടുകയാണെങ്കിൽ അത് കുറച്ച് ചേർക്കാം. റം എസൻസ് താല്പര്യമുള്ളവർക്ക് അതും ചേർക്കാം. ഞാനിതിലേക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂണിലും കുറവ് പൈനാപ്പിൾ എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതേ അളവിൽ തന്നെ ഓറഞ്ച് എസൻസ്. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുമ്പോൾ ശരിക്കും ഒരു പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഒരു കേക്കിൻ്റെ ടേസ്റ്റ് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഈ സമയത്ത് ഇതിലേക്കൊരു 1 ടീസ്പൂൺ ബൂസ്റ്റ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ക്യാരമൽ സിറപ്പ് ഉണ്ടല്ലോ, അതൊക്കെ ചൂടാറി തണുത്തിരിക്കുന്ന ആ ഒരു ക്യാരമൽ സിറപ്പ് കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി നമ്മൾ മുൻപേ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് മൈദ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കണേ, എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ. എന്നിട്ട് ഇതിവിടെ ഒരു സൈഡിൽ വെക്കാം. ഇനി ഇതിലേക്ക് ആ മൈദയുടെ കൂട്ട് കുറച്ച് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ടിൻ്റെ മിക്സ് ഇട്ട് കൊടുത്തിട്ട് ചെറിയ സ്പീഡിലൊന്ന് നിർത്തി മിക്സ് ആക്കി എടുക്കുക. വലിയ സ്പീഡിൽ വേണ്ട കേട്ടോ. അങ്ങനെ ഒരു 3-4 പ്രാവശ്യമായിട്ട് മൈദ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഡ്രൈ ഫ്രൂട്ടും കുറച്ച് ഇട്ട് കൊടുത്ത് മിക്സ് ആക്കി എടുക്കുകയാണെങ്കിൽ
കേക്ക് ബേക്കായി വരുന്ന സമയത്ത് എല്ലാ ഫ്രൂട്ട്സും എല്ലാ ഭാഗത്തും ഉണ്ടാവും. അല്ലാതെ കുറച്ച് താഴെ പോകുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല, എല്ലാം കൂടെ താഴെ പോകുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ മുഴുവൻ മൈദ അതുപോലെ തന്നെ കുറച്ച് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഞാൻ തുടക്കത്തിലൊരു കാര്യമല്ല, നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ജസ്റ്റ് വിളയിച്ചെടുത്ത സമയത്തിന് കൂടുതൽ കട്ടിയൊക്കെ ആയി പോയി എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് മിക്സ് ആക്കാനായിട്ട് പറ്റില്ല കേട്ടോ. ഈ ഒരു കുഴഞ്ഞിരിക്കുന്ന പരുവം എന്തായാലും വേണേ, കാരണം അവിടെ നിങ്ങൾക്ക് ഫ്ലോപ്പ് ആവരുത്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തോട്ടെ. ഇൻ കേസ് ഒരു ഇത്തിരി കട്ടി പിടിച്ചിരിക്കുകയാണെങ്കിൽ ഇത് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് വിടിയിച്ചതിന് ശേഷം മാത്രം നമ്മളെ ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ബാറ്ററിൽ ഇട്ടിട്ട് മിക്സ് ആക്കാൻ നോക്കിയപ്പോൾ ചിലപ്പോൾ നടക്കില്ല. അപ്പോൾ മാവൊക്കെ ബട്ടർ വിരിഞ്ഞതൊക്കെ പ്രശ്നമൊക്കെ മാറിയിട്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഇത്തിരി ഓയിലാക്കിയതിന് ശേഷം കുറച്ച് സൈഡിലേക്കും ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 8 ഇഞ്ചിൻ്റെ എടുക്കാത്തതായിരിക്കും നല്ലത്, കാരണം കുറച്ചൊരു ഹൈറ്റ് കിട്ടുമ്പോഴല്ലേ പ്ലം കേക്ക് കാണാനായിട്ട് ഭംഗി ഉണ്ടാവുക. പിന്നെ നമ്മളെ ബാറ്ററിന് ഇതാ ഈ ഒരു കട്ടി ഉണ്ടാവും കേട്ടോ. ഈ കേക്കിന് ഇങ്ങനത്തെ ഒരു കട്ടി തന്നെ വേണം, ലൂസാവേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് ഇതാ ഇതുപോലെ നല്ലോണം ഒന്ന് ഷേപ്പാക്കി കൊടുക്കാം, എല്ലാ ഭാഗത്തും ഒരേപോലെ എത്താൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മേലേക്ക് കാഷ്യൂ ഒക്കെ വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളിത് ഓവനിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മുൻപ് തന്നെ ഒരു 10 മിനിറ്റ് മിക്സിങ് തുടങ്ങിയ സമയത്ത് തന്നെ 10 മിനിറ്റ് 200 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിലാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ടെമ്പറേച്ചർ കുറച്ച് വെച്ചിട്ട് സമയം കൂടുതൽ കൊടുക്കണേ, കാരണം ഇതിന് കട്ടിയുള്ള ബാറ്റർ ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ സമയം വേണം ബേക്കായി വരാൻ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 150 to 60 ഉള്ളിലാണ് ടെമ്പറേച്ചർ കൊടുത്തിട്ടുള്ളത്. എന്നിട്ടൊരു 1 മണിക്കൂർ സമയം കൊടുത്തിട്ടുണ്ട്. ഒരു 55 to 60 മിനിറ്റ് എന്തായാലും വേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് പുറത്തെടുത്തിട്ട് ജസ്റ്റ് കുത്തി വെക്കുന്ന സമയത്ത് ഉള്ളിൽ വേവാൻ ബാക്കി ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ വെച്ചെടുത്താൽ മതിയാവും, അല്ലെങ്കിൽ 1 മണിക്കൂർ തന്നെ ആയി കിട്ടിക്കോളും. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പുറത്തേക്ക് എടുക്കാം, എന്നിട്ട് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നല്ല ഉഷാറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ സൈഡിലും അതുപോലെ തന്നെ അടിഭാഗത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ബട്ടർ പേപ്പറൊക്കെ അങ്ങ് മാറ്റി കളഞ്ഞിട്ട് നല്ലോണം ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ശരിക്കും ചൂടാറി വരട്ടെ. ഒരു 2-3 മണിക്കൂറൊക്കെ നല്ലോണം തണുത്തതിന് ശേഷം നമുക്ക് മുറിച്ച് കഴിക്കാം. പക്ഷേ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ശരിക്കും ചൂടാറിയതിന് ശേഷം ഇതുപോലൊരു ബട്ടർ പേപ്പറിലൊക്കെ പൊതിഞ്ഞിട്ട് ഒരു ബോക്സിലിട്ടിട്ട് അടച്ച് വെച്ച് ഒരു 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അത് നമുക്ക് തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കഴിക്കുന്നതിൻ്റെ 2 ദിവസം മുൻപേ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അതെന്തായാലും ഒന്ന് ശ്രദ്ധിക്കണേ. പിന്നെ ഈ ഒരു കേക്കിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു 740 ഗ്രാമാണ് കേട്ടോ വന്നിട്ടുള്ളത്. ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ മെഷർമെൻറ്റിൽ ഒരു 750 ഗ്രാം മാക്സിമം കിട്ടും ഈ ഒരു വെയിറ്റിൽ. അപ്പോൾ ശരിക്കും ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം. ഈ ഒരു റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ബേക്കറിയിലൊക്കെ തന്നെ ഈ ഒരു രീതിയിൽ കേക്ക് ഉണ്ടാക്കുന്ന ഒരു ഷെഫ് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സെയിം റെസിപ്പി സെയിം മെഷർമെൻറ്റ് വെച്ച് ചെയ്തിട്ടുള്ള വേറൊരു പ്ലം കേക്കാണ് ഇട്ടത്. ഇതിൻ്റെ മേൽഭാഗത്ത് കുറച്ച് ചെറിയും അതുപോലെ തന്നെ ഉണക്കമുന്തിരിയും കൂടെ വെച്ചിട്ടുണ്ട്. ശരിക്കും അതിൻ്റെ ആവശ്യമില്ല, കാരണം ഒരു കാഷ്യൂ മാത്രം മതി. അപ്പോഴാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ ഭംഗി കിട്ടുക. ഞാൻ ജസ്റ്റ് ഇത് ഉണ്ടാക്കിയപ്പോൾ ഒന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോ എടുത്തുവെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ചെറിയ പീസൊക്കെ ആക്കിയിട്ട് മുറിച്ചിട്ട് എടുക്കുമ്പോൾ ശരിക്കും നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ച അതേ ഒരു ഇതില്ല കേട്ടോ. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ക്രിസ്മസിനൊക്കെ വേണ്ടിയിട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന റെസിപ്പി തന്നെയാണ്. ഇതിപ്പോൾ ഇങ്ങനെ എടുത്തിങ്ങനെ പൊട്ടിച്ചിങ്ങനെ കഴിക്കുന്ന സമയത്ത് ശരിക്കും ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന ഒരു ടെക്സ്ചറൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 95% നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന ഒരു ടേസ്റ്റിനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇത് നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടെ മറക്കരുത്. അപ്പോൾ ഇനി എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്